കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിതരണക്കാർ ഉപകരണം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം അവർക്ക് നേരിട്ട് കയറി എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല അത്. അല്ല, അതൊരു ട്രസ്പാസിംഗ് ആയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അത് കൃത്യമായിട്ടുള്ള അജണ്ടയോടെ ഈ സമയത്ത് ഇപ്പോൾ പ്രൊസീജിയർ നടക്കുന്നുണ്ടോ? പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അത് നടക്കണം എന്നുള്ളതാണ്. ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു കാര്യം കൂടി, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശ്രമിച്ചപ്പോ നമ്മൾ കണ്ടത് HLL ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലോ, അവർ വഴി ഈ കൺസ്യൂമേഴ്സ് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ശ്രമിച്ചു. എന്താ ചെയ്തതെന്ന് അറിയാമോ? HLLന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടാണ് നമുക്കറിയുന്നത്. അവർക്ക് കമ്പനികൾ കൊടുക്കുന്നതിനെ മുടക്കാനായിട്ട് ശ്രമിച്ചു. HLL എന്നുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ കൺസ്യൂമബിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ കൊടുക്കുന്നതിന് ഇവർ തടയിടാൻ ശ്രമിച്ചു. അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആ നിലയിൽ ഒരു സമീപനം സ്വീകരിച്ചു, ഇടപെട്ടു എന്ന് HLL ആണ് നമ്മളോട് പറഞ്ഞത്, ഗവൺമെന്റിന്റെ പ്രതിനിധികളോട് പറഞ്ഞത്. DME ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേതായാലും ഗവൺമെന്റ് ഇതിനെ കാണുന്നത്, നമ്മളിത് കുടിശ്ശികയുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം അത്രയും ആളുകൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രൊസീജിയർ ചെയ്താണ്. ഇനിയും നമ്മൾ അത് അവര് പ്രതിനിധികളുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് കൊടുക്കും. ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് KMCL വഴി തന്നെ ഈ പ്രൊക്യൂർമെന്റ് നേരിട്ട് കമ്പനികളിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റിക്കൊണ്ട് നേരിട്ട് കമ്പനികളിൽ തന്നെ KMCL അതിന് കോൺട്രാക്ട് എടുത്തുകൊണ്ട്, റണ്ണിങ് കോൺട്രാക്ട് എടുത്തുകൊണ്ട് ആ രീതിയിൽ കൺസ്യൂമേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ല, അത് ഒഴിവാക്കേണ്ടതായിട്ട് വരുമല്ലോ. അതായത് ഈ ഇത്രയും കഴിഞ്ഞ ദിവസം DME നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പണം കൊടുത്തിരുന്നു. ശരി, എല്ലാം കൊടുത്തില്ല. കുടിശ്ശികയുണ്ട്, കുടിശ്ശിക കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പുറത്ത് ഗവൺമെന്റ് ആണല്ലോ, ഗവൺമെന്റാണ് ഇപ്പുറത്ത് ഉള്ളത്. ഈ ഓവർ ദ ഇയേഴ്സ് എന്നാണ് ഇത് ഇത്രയും തുക, ഇത്രയും എന്താണ് ഫ്രീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കാസ്പിലൂടെ നടക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അല്ല, അല്ല, ഇവർക്ക് കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. അവര് തന്നിട്ടുള്ള കൺസ്യൂമേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. അത് നേരത്തെ അവരെ അറിയിച്ചിരുന്നതാണ്. പക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. ഇപ്പൊ മനഃപൂർവ്വമായിട്ട് ആരോഗ്യവകുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ? ഇപ്പൊ പ്രൈവറ്റ് സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഒന്നിച്ചെടുത്താൽ, കാർഡിയോളജിസ്റ്റുകളുടെ അസോസിയേഷൻ നടന്നപ്പോ അവർ പറഞ്ഞ എന്താണെന്നറിയോ? അവരുടെ കണക്കുകൾ എടുത്തിട്ട് കാർഡിയോളജിസ്റ്റുകൾ, രണ്ട് മേഖലയിലെയും കാർഡിയോളജിസ്റ്റുകൾ ഒന്നിച്ചിരുന്ന കാർഡിയോളജിസ്റ്റുകളുടെ സംഘടന ഈ അടുത്തിടെയാണ് അസോസിയേഷൻ നടന്നത്. അവരുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലാണ്. ഇപ്പോൾ അതിനകത്ത് കോഴിക്കോടുണ്ട്, അതിനകത്ത് കോട്ടയമുണ്ട്, അതിനകത്ത് തിരുവനന്തപുരമുണ്ട്, അതിനകത്ത് കണ്ണൂരുണ്ട്, ആലപ്പുഴയുണ്ട്. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജുകളും, ഏതാണ്ട് എല്ലാ മെഡിക്കൽ കോളേജിലും അതിൽ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ഇപ്പോ ആളുകൾക്ക് ഇവരുടെ ഇപ്പോ ഗൈഡ് വയർ ആണെങ്കിലും അതല്ല സ്റ്റെൻഡ് ആണെങ്കിലും വാങ്ങിച്ചതിന്റെ പണം അത് കൊടുക്കാനുള്ളത്, അത് ഫ്രീ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തതാണ്, അത് കൊടുക്കുക തന്നെ ചെയ്യും. ഭാവിയിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു അജണ്ടയുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രൊസീജിയർ നടക്കുന്നുണ്ട്. ഇത് സർക്കാർ ബദൽ സംവിധാനത്തിലൂടെ ഇപ്പൊ ഇവരോട് സംസാരിച്ചവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. പണം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ സപ്ലൈ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഇവരെ നമ്മൾ HLL വഴി, പൊതുമേഖലാ സ്ഥാപനം വഴി കൊടുക്കുന്നതിന് ശ്രമിക്കുമ്പോൾ HLL പ്രതിനിധികൾ പറയുന്നു അവരിവിടെ കേരളത്തിൽ ഈ ഉപകരണങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുക? ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അവിടെയാണ് സർക്കാർ അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ്? അല്ലാതെ ഇപ്പോൾ സർക്കാരിൽ ഇത്രയും കാത്തലാബുകൾ വരുന്നതിന് മുൻപ് ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ പുറത്ത് 5-6 ലക്ഷം രൂപയായിരുന്നു. ഇപ്പൊ സർക്കാരിന്റെ ഇടപെടൽ മൂലം, ഇന്റർവെൻഷൻ മൂലം, ചികിത്സ വികേന്ദ്രീകരിച്ചത് മൂലം വലിയ രീതിയിൽ മറ്റുള്ളവരും അത് കുറയ്ക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്.